കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പലപ്പോഴും ചില പ്രയോഗങ്ങൾ നടത്തുന്നു, ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, ചില കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന്, അത് എക്സിലും ഫേസ്ബുക്കിലുമൊക്കെ ഇടുന്നതും അതുപോലെ ചില പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നതും എല്ലാം പലപ്പോഴും അബദ്ധങ്ങളാകാറുണ്ട്. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ പലപ്പോഴും ഈ രാഹുൽ ഗാന്ധി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു, കുറിപ്പുകൾ ഇടുന്നു എന്നത് ഇതിനു മുമ്പും ഒരുപാട് ആക്ഷേപം ഉയർന്നു. പ്രത്യേകിച്ച് BJP-ക്കാർ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്ന ആക്ഷേപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇദ്ദേഹത്തിന് എവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറയണമെന്നറിയില്ല, ഇദ്ദേഹം തോന്നുന്നത് പോലെ വിളിച്ചു പറയുന്നതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇയാളെ പപ്പു എന്ന് വിളിക്കുന്നത് എന്നൊക്കെയാണ് BJP-ക്കാർ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു വാക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്, പാർലമെൻറ്റ് പ്രതിപക്ഷ നേതാവാണ്, ഒരു വലിയ ദേശീയ പാർട്ടിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ ഈ BJP-ക്കാർ പറയുന്ന വിശേഷണം എന്തായാലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ, അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ പുറപ്പെടുവിക്കുന്നതിൽ അത്തരം ചില ദൗർബല്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി വെട്ടിലായിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണ തീയതി അദ്ദേഹം എക്സിൽ കുറിച്ചതോടുകൂടിയാണ്. സുഭാഷ് ചന്ദ്രബോസ് മരിച്ചത് 1945 ആഗസ്റ്റ് 18 എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്ന തരത്തിൽ, അസന്നിഗ്ധമായി പറയുന്ന തരത്തിൽ അദ്ദേഹം ഈ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് എക്സിൽ കുറിച്ചിരിക്കുന്നു. ഇത് വലിയ വിവാദമായിരിക്കുകയാണ്. വിവാദമായി എന്ന് മാത്രമല്ല, കേസുമായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഒരു പോലീസ് സ്റ്റേഷൻ, രാജ്യത്തെ ഒരു പോലീസ് സ്റ്റേഷൻ, കൽക്കത്തയിലെ ഭവാനിപൂർ പോലീസ് സ്റ്റേഷൻ അത് കേസും എടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് കേസെടുത്തതെന്ന് പറഞ്ഞാൽ, അഖില ഭാരതീയ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന സംഘടന ഇതിനെതിരെ പരാതി നൽകി. ഈ ഭവാനിപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തീയതി ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിച്ചത്? നമ്മുടെ രാജ്യം ഇതുവരെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. അദ്ദേഹം മരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്, ചില സംശയങ്ങളും നിഗൂഢതകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാജ്യത്ത് പല രാഷ്ട്രീയ പാർട്ടികളും അത്തരം കാര്യങ്ങൾ പുറമേ വന്ന് വളരെ ഓപ്പണായിട്ട് തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കേസുകൾ കോടതികളിൽ പലപ്പോഴും പരാതികൾ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ രാഹുൽ ഗാന്ധി ഈ ദിവസം കുറിച്ചത്. അത് ഈ പറയുന്ന ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായിരുന്നു. അതിനെ പരാക്രം ദിവസം എന്ന തരത്തിലാണ് നമ്മൾ അതിനെ ആഘോഷിക്കുന്നത്. ആ ദിവസം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ സുഭാഷ് ചന്ദ്രബോസിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട കുറിപ്പിലാണ് അദ്ദേഹം മരിച്ച ദിവസവും കൂടി കുറിച്ച്. അതാണ് അബദ്ധമായിരിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ രാഹുൽ ഗാന്ധി പലപ്പോഴും വീണ്ടും വിചാരമില്ല പല അബദ്ധങ്ങളിൽ ചെന്ന് പെടുമെന്നുള്ളത്. അത് തായ്വാനിലെ തെയ്ക്കൊണ്ട എന്ന വിമാനത്താവളത്തിൽ നടന്ന വിമാന അപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു എന്നതാണ് പൊതുവിൽ ഇങ്ങനെ അറിയപ്പെടുന്നത്, നമ്മൾ പറയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് അത്, ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഈ വിഷയം, ബോസ് മരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പലപ്പോഴും പാർലമെൻറ്റ് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവിനെതിരായിട്ട് ചില ആരോപണങ്ങൾ ഉയർന്നു. നെഹ്റു അറിഞ്ഞുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തിന് കാരണമായത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നെഹ്റുവിൻ്റെ കാലത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ഷാനവാസ് കമ്മീഷൻ എന്ന പേരിലുള്ള ഒരു കമ്മീഷനെ നെഹ്റുവിൻ്റെ കാലത്തിൽ നിയമിച്ചു. ആ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് ഗവൺമെൻറ് പാർലമെൻറ്റ് ചർച്ച ചെയ്തെങ്കിലും അത് വിശ്വസിക്കാൻ പാർലമെൻറ്റ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ വീണ്ടും കൊസ്ല കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷനെ വീണ്ടും ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിച്ചു. അതും റിപ്പോർട്ട്, ആ കമ്മീഷൻ്റെ പഠനത്തിലും റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇത് രണ്ടും നെഹ്റുവിൻ്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും നിയോഗിച്ച കമ്മീഷനുകൾ, അന്വേഷണ റിപ്പോർട്ടുകൾ കൊണ്ടുവന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഈ തായ്വാനിലെ തെയ്ക്കൊണ്ട എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ നടന്ന വിമാന അപകടത്തിൽ ബോസ് മരിക്കുകയാണുണ്ടായതെന്നും ബാക്കി എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വന്നത്. പക്ഷേ ആ റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അംഗീകരിക്കപ്പെടാതെ എങ്ങനെ പാർലമെൻറ്റിൽ ഗവൺമെൻറ് കക്ഷത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വരുന്നപ്പോഴാണ് മൊറാർജി ദേശായിയുടെ കാലത്ത് ഇത് വീണ്ടും ചർച്ചയാവുകയും മൊറാർജി ദേശായി ഈ റിപ്പോർട്ട് രണ്ടിനെയും റദ്ദാക്കുകയും ചെയ്തു.
ഈ 2 റിപ്പോർട്ടും ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് മൊറാർജി ദേശായി റിപ്പോർട്ട് റദ്ദാക്കിയാണുണ്ടായത്. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. അതിനുശേഷം വാജ്പേയിയുടെ കാലഘട്ടം വരുന്നു. വാജ്പേയിയുടെ കാലഘട്ടത്തിലും ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണം വലിയ ചർച്ചയാകുന്നു. അങ്ങനെ വാജ്പേയി ഒരു പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുന്നു. അത് വാജ്പേയിയുടെ കാലത്ത് വന്ന കമ്മീഷൻ മനോജ് മുഖർജി കമ്മീഷനാണ് വാജ്പേയിയുടെ കാലത്ത് വരുന്നത്. ആ മനോജ് മുഖർജി കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു. അതിൽ സുഭാഷ് ചന്ദ്രബോസ് ഈ വിമാന അപകടത്തിൽ മരിച്ചിട്ടില്ല എന്നും ഈ പറയുന്ന തായ്വാനിലെ തെയ്ക്കൊണ്ട എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ അത്തരത്തിലൊരു വിമാന അപകടം നടന്നിട്ടില്ല എന്നും അത് വെറുതെ സങ്കല്പമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു അപകടമാണെന്നും അതുകൊണ്ട് തന്നെ ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത പറയുന്നത് ശരിയാണെന്നും അദ്ദേഹത്തിന്റെ മരണം ഈ വിമാന അപകടത്തിൽ സംഭവിച്ചിട്ടില്ല എന്നും മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ചിതാഭസ്മം എന്ന് പറയുന്നത് സൂക്ഷിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ചിതാഭസ്മമല്ല എന്നും ഇദ്ദേഹത്തിന്റെ മറ്റ് അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നൊക്കെയാണ് റിപ്പോർട്ട് അന്ന് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടും അങ്ങനെ നിലനിൽക്കുമായിരുന്നു. അതും ചർച്ച ആയി അങ്ങനെ നിൽക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ പറയുന്ന മനോജ് മുഖർജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ഒരു ആരോപണം ഉന്നയിച്ചത്. ഇത് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നെഹ്റു അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ നേതാവായ സ്റ്റാലിനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. അന്ന് സോവിയറ്റ് യൂണിയനുമായിട്ടും സ്റ്റാലിനുമായിട്ടുമൊക്കെ നെഹ്റുവിനും കോൺഗ്രസ് ഗവൺമെൻറ്റിനും വലിയ ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോസിനെ ഈ തെരഞ്ഞെടുപ്പ് ഈ ഇലക്ഷൻ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നെഹ്റുവിന് അത്തരത്തിൽ ഈ സോവിയറ്റ് യൂണിയൻ നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ബോസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമം നടക്കുകയും അങ്ങനെ നെഹ്റുവിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ സ്റ്റാലിനാണ് ബോസിനെ തടവിലാക്കുകയും തടവിൽ വെച്ച് കൊല്ലുകയും ചെയ്തു എന്നുള്ള ഒരു ആരോപണം സുഭാഷ് ചന്ദ്രബോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇപ്പോഴും അതങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അതുമായിട്ടുള്ള തീരുമാനം ഒന്നും കേന്ദ്ര ഗവൺമെൻറ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി മരണ ദിവസം ഈ പറയുന്ന തായ്വാനിലെ തൈക്കൊണ്ട എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ വെച്ച് അപകടത്തിൽ മരിച്ചുവെന്നും തീയതി കൃത്യമായിട്ടും രേഖപ്പെടുത്തിക്കൊണ്ട് കുറിപ്പിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൽക്കറ്റയിലെ ഭവാനിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസ് ഇനി എങ്ങനെ പോകും? വീണ്ടും മറ്റ് ഒരു കേസ് കൂടി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു അബദ്ധത്തിൽ ചെന്ന് പെട്ടത് ഒരു കേസായിട്ട് മാറുകയും അത് അദ്ദേഹത്തിൻ്റെ ഈ പ്രതിപക്ഷ സ്ഥാനത്തിന് തന്നെ അപകടമാകുമോ? നമുക്ക് കാലത്ത് കാത്തിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.